നമ്മുടെ വീനസിന്റെ ഫുഡ് പ്രോഡക്ട്സ് തീർച്ചയായിട്ടും കേരളത്തിനകത്ത് കിട്ടും. അപ്പോൾ കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? കേരളത്തിൻ്റെ അകത്തും പുറത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ട് ഫുഡ് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മുടെ അതെ venusfoods.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രോഡക്ട്സുകൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റും? നമുക്ക് അത് ഓരോ സ്ഥലത്തിൻ്റെ ഇതിനനുസരിച്ചാണ്. എങ്കിലും നമുക്ക് ഒരു 7 days ആണ് മാക്സിമം. എങ്കിലും ചെന്നൈ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ 3 to 5 days ഉള്ളിൽ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ കറികളുണ്ടെങ്കിൽ പപ്പടം നമുക്ക് ഒഴിച്ചുവിടാൻ വയ്യാത്തൊരു സംഭവമാണ് അല്ലേ. അത് അന്യനാടുകളിൽ പോലും. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് കണ്ടപ്പം സൗദിയിലത്തെ ഒരു പൗരൻ പപ്പടം അതിനെ ഒരു വ്ളോഗായിട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവർക്ക് ഒരു അതിശയമാണ്, നമുക്ക് ടേസ്റ്റും ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പപ്പടം എന്നുള്ളത് നമുക്ക് ഇവിടെ മാത്രമല്ല അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ നമുക്ക് എൻക്വയറീസ് ഇഷ്ടം പോലെ വരും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ നമ്മുടെ വീനസിന്റെ പ്രോഡക്ട്സ് അവിടെ വേണം താല്പര്യമുള്ള ആൾക്കാർ, ഡിസ്ട്രിബ്യൂഷൻ താല്പര്യമുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ അതുപോലെ തന്നെ ഇത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടാൻ നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് സെയിൽ ഈ 2-3 ഐറ്റമേ ഉള്ളൂ. പക്ഷേ ഓൺലൈനായിട്ട് നമ്മളൊരു 10-20 ഐറ്റം സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം വെളിച്ചെണ്ണ ഒന്നും നമുക്ക് അല്ലാത്ത രീതി സെയിൽ ചെയ്യാൻ തികയില്ല. കാരണം ചക്കിലാട്ടി വളരെ ക്ലീൻ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പപ്പടം, ചെറിയ കുട്ടി പപ്പടമൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള പപ്പടം, വലിയ പപ്പടം, കല്യാണത്തിന് വേണ്ട പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കൊണ്ടാട്ടങ്ങൾ നമ്മൾ ഉള്ളി കൊണ്ടാട്ടം, തക്കാളി കൊണ്ടാട്ടം, കറിവേപ്പില കൊണ്ടാട്ടം, അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റം, ഒരു 10 ഐറ്റം കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അച്ചാറുകളുണ്ട്, നമ്മൾ മീനച്ചാറ്, അങ്ങനത്തെ നാരങ്ങച്ചാറ്, അങ്ങനെ അച്ചാറിൻ്റെ ഐറ്റംസുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഒരു 20ഓളം ഐറ്റംസ് നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ലെങ്കിൽ വീനസ് ഫുഡ്സിന്റെ കുറച്ച് ഐറ്റംസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺലൈനായിട്ട് അവർക്കൊരു പാക്കേജ്, അവർ കോംബോ പാക്കേജ് എടുക്കുകയാണെങ്കിൽ അവർക്ക് നാട്ടിൽ കിട്ടുന്ന അതേ റേറ്റിൽ അവർക്ക് അവരുടെ വീട്ടിൽ കിട്ടുന്ന കൃത്യമായിട്ട് വൃത്തിയോട് കൂടി വളരെ ഹൈജീനിക്കായിട്ട് വിശ്വസിച്ച് കഴിക്കാവുന്ന രീതിയിൽ അവർ കിട്ടുകയാണെങ്കിൽ അവർ നമ്മളെ സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതർ സ്റ്റേറ്റിൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയതാണ്. അവിടുത്തെ മലയാളീസിൻ്റെ ആന്ധ്രയിൽ ഞാൻ പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു. അവിടെ ഒരു മലയാളി സമാജം തന്നെ ഉണ്ട്, മലയാളി അസോസിയേഷൻ. ആ സമയത്താണ് ഞാൻ ഓണത്തിൻ്റെ സമയത്താണ് ചെന്നത്. അപ്പോൾ അവിടെ ഒത്തിരി ആളുകൾ, ഞാൻ കുറച്ച് പപ്പടം കൊണ്ട് കൊണ്ടുവരുന്നു. അന്ന് അതാണ് അവിടെ കാച്ചിയത്. ആ കാച്ചിയ സമയത്ത് അവിടെ കുറേ ആളുകൾ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളോട് ചോദിച്ചു, ഈ സാധനം നമുക്കിവിടെ എത്തിക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ അവിടെ കുറേ ആളുകൾ, അവിടെ ആയിരക്കണക്കിന് ആളുകൾ മലയാളീസ് ഉണ്ട്. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ പറ്റും. ഒരു വർഷം മുമ്പാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആളുകൾ നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങിയത്. അങ്ങനെ തീർച്ചയായിട്ടും ഇത്രയും പ്രോഡക്ട്സ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഇത് കാണുന്ന GCC പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാകും, അവർക്കും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? അതിനുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്കുണ്ട്. നമുക്കിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഡബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവിടെ ഉണ്ട്. ഇത്ര ഹൈജീനിക് ആയിട്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ കമ്പനിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്പോർട്ടിംഗ് ലെവലിലേക്കും നമുക്ക് വീനസിനെ ഇനി മുന്നോട്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പ്ലാൻസ് എന്ന് പറയുന്നത്? ഇനി നമ്മൾ ഞാൻ പറഞ്ഞില്ല, അതർ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഓൺലൈൻ വഴിക്ക് ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആ പ്രൊഡക്റ്റ് കൂട്ടാനുള്ള ഉദ്ദേശമുണ്ട്. ഇപ്പോൾ 20ഓളം പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട്. ബാക്കിയുള്ള പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് പൂർണ്ണമായിട്ടും അത് പൂർണ്ണ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി വരുന്നതിനോടൊപ്പം തന്നെ ടേസ്റ്റും വരണ്ടേ. അപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണ തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചക്കിലാട്ടം തന്നെയാണ്. അതിൻ്റെ ക്വാളിറ്റി പല ആളുകൾക്കും ബോധ്യമാണ്. അത് ഹീറ്റാവില്ല വല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു മറ്റേനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി അത് കിട്ടും. അത് ഇനി നമുക്ക് ചോദിക്കാനുള്ളത് വീനസിന്റെ കസ്റ്റമേഴ്സിനെ കുറിച്ചാണ്. എത്രത്തോളം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്, അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവരോട് നമ്മൾ പല ആളുകൾ നമ്മൾ നിരന്തരം വിളിക്കാറുണ്ട്, നമ്മളോട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്ത് മിസ്റ്റേക്കും നമ്മൾ അപ്പോൾ തീർത്തിട്ട്, എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും സ്നേഹപൂർവ്വം അവർ പറയാറുണ്ട്, എങ്ങനെയുണ്ട്. അതൊരു സ്നേഹത്തിൻ്റെ മൂലം പറയുന്നതാണ്. അത് ഇപ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പി കസ്റ്റമേഴ്സാണ്. ഒരു 2 ലക്ഷത്തോളം ആളുകളാണ്. കുറഞ്ഞ കാലയളവിലാണ് 2 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇനിയും സ്റ്റോറി പറയാനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് 10 ലക്ഷത്തിലേക്ക് എത്തട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീനസ് ഫുഡ്സിന്റെ പ്രോഡക്ട്സ് നമുക്ക് കേരളത്തിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് ഓൾറെഡി കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ടാവും. പക്ഷേ ഇനി കൂടുതൽ അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതർ കൺട്രീസിലേക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറം ഡിസ്ട്രിക്ട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം മാത്രം നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതർ സ്റ്റേറ്റിലേക്കുണ്ട്, അതർ കൺട്രീസിലേക്കുണ്ട്. ഇപ്പോൾ ആര് വിളിക്കുന്ന ആളുകളോട് ഞാൻ ഇപ്പോൾ പല ആളുകൾ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് വെച്ചിട്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാറ്, നേരിട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടി പറയാറ്. കാരണം നമുക്ക് ഇതിൻ്റെ നഷ്ടസാധ്യതകളും ലാഭസാധ്യതകളും അവരെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് അവർക്ക് അതിനുള്ള പവർ ഉണ്ടോ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ ആശ്രയിക്കുന്ന ആൾക്ക് നഷ്ടം വരാൻ പാടില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് നമ്മൾ വിളിക്കുന്ന ആളോട് നമ്മൾ പറയാറ്, വിശദമായിട്ടുള്ള അറിഞ്ഞിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ മതി,
എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. എല്ലാ സ്റ്റേറ്റിലേക്കും എല്ലാ അതർ കൺട്രീസിലേക്കും കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂഷൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്മളതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയ സമയം ഒരു 6 മാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡെയിലി ഒരു 5000 രൂപ ലോസ് വരാൻ തുടങ്ങി. ഡെയിലി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. അദ്ദേഹത്തിൻ്റെ സോഴ്സ് മുഴുവൻ കഴിയുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു പൈസ തരാനുള്ള വകുപ്പില്ല, കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്യാപ്പ് അടഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഈ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത്. ആ രീതിയിലൊക്കെ ആയിട്ട് 5000-6000 രൂപ ആയ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, പ്രവീണ എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ നിർത്തുകയാണ്, എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എനിക്ക് ഒരുപാട് വീട്ടിൽ കടം പ്രശ്നം, എൻ്റെ പൈസ തിരിച്ചു വേണം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇറക്കിയിരിക്കുന്ന പൈസ തിരിച്ചു വേണം എന്നാണ്. അവിടെ വീണ്ടും, കാരണം എനിക്ക് ഈ കൂലി കൊടുക്കാൻ പോലും പൈസ അല്ല, ഞാൻ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കൂലി കൊടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒന്നാമത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നമുക്കൊരു ഇത്, കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നും അല്ലാതെ പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കിട്ടാവുന്നതിൻ്റെ അപ്പുറത്ത് പലിശയ്ക്ക് അതും ഇതൊക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിന് ഫുൾ പൈസ, ഒരു പൈസ കുറയ്ക്കാതെ അദ്ദേഹത്തിന് ഫുൾ ക്യാഷ് ഞാൻ കൊടുത്തു. കുറച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പിറ്റേ ദിവസമൊക്കെ വീട്ടിൽ പോയിരിക്കുകയാണ്. കാരണം എൻ്റെ എല്ലാ സംഭവം അടഞ്ഞു. ഈ പപ്പടത്തിലും കഴിഞ്ഞു. കാരണം പപ്പടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ഇനി എവിടെ നിന്ന് പൈസ മേടിക്കാറില്ല. മാവിന് പോലും നമുക്ക് ഇതിനും ഇൻഗ്രീഡിയൻസ് മേടിക്കണമെങ്കിൽ പൈസ വേണം, മാവും കാര്യങ്ങളും മേടിക്കണം. കമ്പനി ഉണ്ടായിരുന്നു, കമ്പനി അങ്ങനെ ഉണ്ടാവും. കാരണം കമ്പനി ഉണ്ടാവും. അപ്പോൾ ഞാൻ പ്രതിസന്ധി എനിക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലേ പറയാറില്ല, പിന്നെ കമ്പനിയിൽ പറയില്ലെന്ന് ഉറപ്പല്ലേ. അവിടെ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഉള്ളത്തെ കാര്യങ്ങൾ നമുക്കറിയാലോ, ഇത് എങ്ങടെ പോകണമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി. കാരണം അവസാനത്തെ ഒരു വഴിയാണ്. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വകുപ്പ് നോക്കാനുള്ള സംഭവം എന്തായാലും എൻ്റെ കയ്യിലില്ല. അതിൽ ഞാൻ വീട്ടിൽ പിറ്റേ ദിവസം ഇങ്ങനെ വീട്ടിൽ പോയപ്പോൾ അന്ന് ഫാമിലിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. വൈഫും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയിരുന്ന സമയമാണ്. അതിൽ ഞാൻ അവിടെ എനിക്ക് ടെൻഷൻ സഹിക്കാനായിട്ട് ഞാൻ എനിക്ക് ഷവറിൻ്റെ വീട്ടിലൊക്കെ 5 മിനിറ്റ് നിന്ന് അപ്പം ജലദോഷം പനി പിടിക്കുന്ന ടൈപ്പാണ് ഞാനൊരു 4-5 മണിക്കൂർ എൻ്റെ ചുവട്ടിലോടെ ഇരുന്നു, ടെൻഷൻ കുറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അപ്പോൾ ആകെ കണ്ണൊക്കെ ചുവന്ന് ഇതായിട്ട് ഞാൻ പിന്നെ നേരെ അവിടുന്ന് ഒരു പാടുണ്ട് ഞങ്ങൾ തൊട്ടമ്പത് വയൽ, അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആകെ വിഷമിച്ചിട്ട് നമുക്ക് ആരോടും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്കൊന്നും അറിയില്ല, അമ്മയ്ക്കും വൈഫിനും ആർക്കും അറിയില്ലല്ലോ, നമുക്കത് പറയാനും പറ്റുന്നില്ല. അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രാപ്തിയില്ല. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ ചിലപ്പോൾ ഉള്ള വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ആണ് ഇതാക്കും. കാരണം നമുക്ക് പിന്നെ നമ്മളെ പ്രശ്നത്തേക്കാളും വലിയ പ്രശ്നം അതായിരിക്കും. ഞാൻ അതിനായിരിക്കും പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കുക. അപ്പോൾ പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാവും. അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു, ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൽ കുറേ സമയം 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാക്കിൽ വന്നിട്ട് ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട്. അതിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയാണ്. ആകെ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാനൊരു 5 മിനിറ്റ് അമ്മേനെ കെട്ടിപ്പിടിച്ചാൽ കരഞ്ഞു. അതിൽ കരഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്, അമ്മേനോട് ചോദിച്ചത് എന്താ എൻ്റെ പ്രശ്നം, എന്താണ് വിഷയം. അമ്മ അത്ഭുതപ്പെട്ടു പോയി. സത്യത്തിൽ ഇത്രത്തോളം ഞാൻ കരയണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവില്ല, അത് വെറുതെ എന്തായാലും കരയില്ലല്ലോ. എന്താണ് പ്രശ്നം എന്ന് വെച്ചു. അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു. ഫസ്റ്റ് മുതലുള്ള ഉണ്ടായ സംഭവങ്ങളും എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല അമ്മ, ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ, എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് എനിക്ക് അറിയാം. പക്ഷേ എനിക്ക് അതുകൊണ്ട് ഞാൻ പറയാതിരുന്ന പറഞ്ഞു. അതിൽ അമ്മ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്മ പറഞ്ഞത്. ഞാൻ അമ്മേനോടൊക്കെ പറയുമ്പോൾ അമ്മയും വീണ്ടും എന്നോടൊപ്പം കൂടി കെട്ടിപ്പിടിച്ച് കരയുന്ന ഞാൻ കരുതിയത്. പക്ഷേ അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഒരു വീടുണ്ട്, അത്യാവശ്യം അന്ന് സ്ഥലം ഒരു ഏക്കറോളം സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് വിറ്റാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കടത്തിൻ്റെ ഒപ്പം എത്തൂല, പക്ഷേ എന്നാലും നമുക്ക് തൽക്കാലം പിടിച്ച് നിൽക്കാൻ പറ്റും. അത് നമുക്ക് വിൽക്കാം, വിറ്റിട്ട് നമുക്ക് എത്രയോ ആളുകൾ വാടകയ്ക്ക് താമസിക്കില്ല, ഹാപ്പി ആയിട്ട് താമസിക്കില്ല, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പോയിട്ട് താമസിക്കാം. നിങ്ങൾ 2 ആൺകുട്ടികളല്ലേ, ഇനിയും പണിയെടുത്ത് നമുക്ക് ഇതുണ്ടാക്കാമല്ലോ, അതൊന്നും കുഴപ്പമില്ല, ഈ ധൈര്യമായിട്ടൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, പൈസനെ കുറിച്ച് ആലോചിക്കേണ്ട. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് നല്ല പച്ചപിടിപ്പിക്കാൻ പറ്റുമോ നോക്കിയൊക്കെ അതിന് വരെയൊക്കെയുള്ള ഗോൾഡോ കാര്യങ്ങൾ, എൻ്റെ ഗോൾഡ് വേണമെങ്കിൽ അതും തരാം, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു.